ഒരുപാട് നാൾക്ക് ശേഷം എന്റെ 2 ചേച്ചിമാരെ ഇത് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടോ. ഞാനിന്ന് നന്നായി ഒരുങ്ങാണ്ട് തന്നെ നേഹ സ്വാധീനിച്ചിട്ട് വിളിച്ച് പറഞ്ഞു എടി കൂതറായിട്ട് തന്നെ ഇറങ്ങിക്കോളൂന്ന്. ഇപ്രാവശ്യം നേഹ ഖത്തറിന്ന് വന്നപ്പോ അധികം ഡ്രസ്സൊന്നും എടുക്കാത്തോണ്ട് എന്റെ ഒരു ട്രൗസർ ബനിയനും കൊടുത്ത് ഞാനങ്ങ് ഒരു ഗോവ സ്റ്റൈലിൽ അങ്ങോട്ട് നടത്തിച്ചു. പിന്നെ എന്റെ ചേച്ചിയായിട്ട് പറയല്ല ഭയങ്കര തൊലികെട്ടിയാ. ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു പ്ലാൻ ഇല്ലാത്തൊരു ദിവസമാണ്. നേരെ ഞങ്ങൾ ഹൈറോട്ടിൽ പോകുന്നു, കുറച്ച് സാധനങ്ങളും ക്രാഫ്റ്റുകളും ഒക്കെ എടുക്കാണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് ശരിക്കും ഒരു ക്രിസ്മസ് വൈബ് കിട്ടി. പണ്ട് ഞങ്ങൾ സ്ഥിരം ഇവിടെ തന്നെ ഇത് പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഇവിടെ നിന്ന് നേരെ നേഹയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി. ഡ്രസ്സ് കണ്ടാ പിന്നെ അറിയാലോ. അങ്ങനെ 1 മണിക്കൂർ എടുത്തതിന് ശേഷം കോട്ടയിലെ എല്ലാ ഡ്രസ്സും നിറച്ചിട്ടിട്ടാ. ഇത് കണ്ടാ തോന്നുന്നു നിങ്ങൾ എല്ലാം എടുത്തോണ്ട് പോകുന്നു, പക്ഷെ ഒരു ഡ്രസ്സ് പോലും എനിക്ക് ഇഷ്ടമായില്ല ഗൈസ്. അവസാനം നമ്മൾ ഐസുകുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പാവ എടുത്തിട്ട് അവിടെ പോകുന്നത്. ഈ പാവ എനിക്ക് അത്ര പിടിക്കാത്തോണ്ട് നമ്മൾ ഇതിനെ എടുത്തിട്ട് നേരെ വീട്ടിൽ പോകുന്നു കേട്ടോ. കാരണം ഭയങ്കര വിശപ്പുണ്ടേ. എന്ന വഴി സംഭവം നമ്മുടെ ഐസൂര് കൊടുത്തപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം അവൻ എന്തെങ്കിലും ഇഷ്ടമായി കഴിഞ്ഞാൽ നേരെ അവരെ വയലോട്ടാണ് പോവുക. ഉച്ചയായോണ്ട് തന്നെ ചെക്കന് നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് നേരെ പിന്നെയും ഇറങ്ങി നേഹയ്ക്ക് ഡ്രസ്സ് തപ്പി. 2 കടയിൽ കയറി കഴിഞ്ഞാൽ തുടങ്ങും നമ്മുടെ വിശപ്പ്. നേരെ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മിഠായി നോക്കി എടുത്തു. നമുക്ക് കുഞ്ഞിലെ ഇഷ്ടപ്പെട്ട ചില മിഠായി ഉണ്ടല്ലോ, അത് വലുതാകുമ്പോഴും നമ്മുടെ ഇഷ്ടം മാറില്ല. അങ്ങനെ ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഞാനും മഞ്ചായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നെക്സ്റ്റ് മിഠായി ഏതാന്ന് കമന്റ് ചെയ്യട്ടാ. അവസാനം നമ്മൾ മാളവികാസ് ബൊട്ടിക്ക് പോയിട്ടാണ് ഗൈസ് നേഹയ്ക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കിട്ടിയത്. 2 ടൈപ്പ് ഓഫ് സിസ്റ്റേഴ്സ് ഉണ്ടാവും. ഒന്ന് 5 മിനിറ്റിൽ ഡ്രസ്സ് എടുക്കുന്നവരും, 2 5 ദിവസം കൊണ്ട് ഡ്രസ്സ് എടുക്കുന്നവരും. ആ 2ാമത്തെ ഗണത്തിൽ പെട്ടതാട്ടോ എന്റെ ചേച്ചി. അങ്ങനെ കുറെ കാത്തിരിപ്പിന് ശേഷം കിട്ടി ഗൈസ് അത് എന്റെ കയ്യിൽ. വലിയ അവാർഡ് കിട്ടിയ പോലെ. നെക്സ്റ്റ് പരിപാടി നമ്മുടെ ഐസിന് മുടിവെട്ടിക്കലാണ്. അത് അടുത്ത വ്ളോഗിൽ കാണിക്കട്ടോ. ഓക്കെ ബൈ.